പുഴക്കരയിലെ ചെറിയൊരു ഗ്രാമത്തിലാണ് രാമൻ നായരും അദ്ദേഹത്തിൻ്റെ മകനും ജീവിച്ചിരുന്നത്. രാമൻ നായരുടെ ഭാര്യ ഗൗരി വർഷങ്ങൾക്ക് മുൻപ് അസുഖബാധിതയായി മരിച്ചു. ഗ്രാമത്തിലെ പഴയൊരു തറവാട് വീട്ടിലാണ് രാമൻ നായരും അദ്ദേഹത്തിൻ്റെ മകൻ അജയും ജീവിച്ചിരുന്നത്. രാമൻ നായർ രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലികൾക്കും മറ്റും പോകും. കോഴി കോവുന്നതിന് മുൻപ് എഴുന്നേറ്റ് പഴയ സ്കൂട്ടറിൽ അദ്ദേഹം ചെറിയ ചെറിയ ജോലികൾക്കും മറ്റും പോയി മകനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആകെയുള്ള സ്വപ്നം എൻ്റെ മകൻ പഠിച്ച് നല്ലൊരു നിലയിലെത്തണം എന്ന് മാത്രമായിരുന്നു. രാമൻ നായർ രാത്രി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മകൻ പുസ്തകങ്ങൾ തുറന്ന് നോക്കുന്നുണ്ടായിരിക്കും. രാമൻ നായർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കണ്ടിട്ട് അച്ഛൻ്റെ മുഖത്ത് അഭിമാനം വിരിയും. നീ വളരുമ്പോൾ എനിക്ക് നിന്നെ വലിയൊരു രീതിയിൽ കാണണം എന്ന് രാമൻ നായർ എപ്പോഴും മകനോട് പറയും. അങ്ങനെ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും അദ്ദേഹം മകന് വേണ്ടി പഠിപ്പിച്ചു. ഓരോ പൈസയും അദ്ദേഹം മകന് വേണ്ടി കൂട്ടിവെച്ചു, അവൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി. അങ്ങനെ കാലം കടന്നു. അജയ് പഠനത്തിൽ നല്ല മാർക്ക് നേടി നഗരത്തിലെ വലിയ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അച്ഛൻ്റെ കണ്ണുകളിൽ സന്തോഷവും ഒരു പേടിയും. അച്ഛൻ അജയോട് പറഞ്ഞു, നഗരമാണ് മകനെ, നീയൊന്ന് ശ്രദ്ധയോടെ പോകണം. അവിടുത്തെ ആർഭാടത്തിലൊന്നും എൻ്റെ മകൻ മയങ്ങിപ്പോകരുത്. നീ എപ്പോഴും അച്ഛനെ വിളിക്കണം. അങ്ങനെ രാമൻ നായർ കയ്യിലുണ്ടായിരുന്ന ചെറു നിക്ഷേപം വരെ വിറ്റ് മകൻ്റെ ഫീസ് അടച്ചു. മകൻ ട്രെയിനിൽ കയറിയപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ അവൻ യാത്ര പറഞ്ഞ് നഗരത്തിലേക്ക് പോയി. അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞു. അങ്ങനെ അജയ് നഗരത്തിലെത്തി. കോളേജ് പഠനം പൂർത്തിയാക്കി അതേ നഗരത്തിൽ തന്നെ നല്ലൊരു കമ്പനിയിൽ ജോലിയിൽ കയറി. അച്ഛൻ്റെ സ്വപ്നം ഇനി സത്യമായെന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. അച്ഛൻ വീട്ടിൽ നിന്ന് എന്നും മകനെ വിളിക്കുമായിരുന്നു. ആദ്യമൊക്കെ വിളിക്കുമ്പോൾ അജയ് നല്ല സന്തോഷത്തിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് രാമൻ നായരുടെ വിളികൾ അവനൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. നഗരം അജയെ മാറ്റിമറിച്ചു തുടങ്ങി. പഴയ ഗ്രാമജീവിതത്തിൻ്റെ പുഞ്ചിരി അവനിൽ നിന്നും മാറിത്തുടങ്ങി. മോഡേൺ വസ്ത്രങ്ങൾ, ഇംഗ്ലീഷ് വാക്കുകൾ, വലിയ റെസ്റ്റോറൻറ്റ്, ഇതെല്ലാം അവനെ മാറ്റിത്തുടങ്ങി. അവിടെ തന്നെ അവൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു യുവതിയെ അവൻ പരിചയപ്പെട്ടു. അവളുടെ പേര് ദിയ. മോഡേൺ വേഷം, ആത്മവിശ്വാസം നിറഞ്ഞ ശൈലി, കയ്യിലെപ്പോഴും ഒരു ഫോൺ, മനസ്സിൽ നഗരത്തിൻ്റെ വേഗത. ആദ്യമൊക്കെ ദിയയെ കണ്ടപ്പോൾ സാധാരണ ഒരു സൗഹൃദമായിരുന്നു. എന്നാൽ പിന്നീട് രാത്രി സിനിമകൾ, ചാറ്റ്, കോഫി അങ്ങനെ എല്ലാതുമായി അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുത്തു. അജയ് തൻ്റെ ലോകം മുഴുവൻ അവളിൽ കണ്ടു തുടങ്ങി. ദിയ എപ്പോഴും അജയോട് പറയും, നമ്മളിപ്പോൾ ഗ്രാമത്തിലല്ല ജീവിക്കുന്നത്, നഗരത്തിലാണ്. നീ അത് മനസ്സിലാക്കണം. അവിടെ ജീവിക്കുവാൻ പഴയ രീതികളൊന്നും പോരാ. ദിയ പതുക്കെ അജയെ മാറ്റിത്തുടങ്ങി. വസ്ത്രശൈലി മുതൽ സംസാര ശൈലി വരെ എല്ലാം ദിയയുടെ സ്റ്റൈലിലായി തുടങ്ങി അവൻ്റെ. അച്ഛൻ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ മകൻ ഇപ്പോൾ തിരക്കിലാണ് എന്ന് അവൻ എപ്പോഴും പറയും. എന്നാൽ അവധിക്ക് നാട്ടിലേക്ക് വരാൻ പറയുമ്പോൾ അജയ് അതിന് മറുപടി നൽകും. ഇവിടെ പ്രൊജക്റ്റും മറ്റും ഒക്കെയുണ്ട് അച്ഛ, പിന്നെ ഞാൻ വരാം, ഇപ്പോൾ എനിക്ക് നേരമില്ല. എന്നാൽ അച്ഛനിതെല്ലാം കേൾക്കുമ്പോൾ മനസ്സിൽ ചിരിക്കും. എൻ്റെ മകൻ എന്നെങ്കിലും എന്നെ കാണാൻ വരുമെന്നുള്ള പ്രതീക്ഷയോടെ അദ്ദേഹം കഴിഞ്ഞു. പക്ഷേ അജയ് അറിയാതെ തന്നെ അജയ് അച്ഛനിൽ നിന്ന് ദൂരെയായി തുടങ്ങുകയായിരുന്നു. അങ്ങനെ അച്ഛനെ അവൻ ഫോൺ പോലും വിളിക്കാതായി. കാലം കടന്നു. അജയ് നഗരത്തിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു. കമ്പനിയിൽ നിന്ന് പ്രൊമോഷനും ശമ്പള വർധനവും ലഭിച്ചതോടെ അവൻ സ്വന്തമായി അവിടെ തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങി, വലിയ കെട്ടിടത്തിൻ്റെ 11ാം നിലയിൽ. ഒരു ദിവസം അവൻ അച്ഛനെ ഫോൺ വിളിച്ച് അഭിമാനത്തോടു കൂടി പറഞ്ഞു, അച്ഛ, ഞാൻ സ്വന്തമായി ഒരു ഫ്ലാറ്റ് വാങ്ങി. ഇത് കേട്ടപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മകൻ ഇത്രയ്ക്ക് മുന്നേറിയെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് നിറ കണ്ണുകളോടെ അദ്ദേഹം പറഞ്ഞു. അജയ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, തീർച്ചയായും അച്ഛ, അച്ഛനെ ഞാൻ എന്തായാലും ഒരു ദിവസം നഗരത്തിലേക്ക് കൊണ്ടുവരണ്ട്. പക്ഷേ ആ ഒരു ദിവസം ഒരിക്കലും വന്നു ചേർന്നില്ല. അവൻ എപ്പോഴും ദിയയെ ചുറ്റിപ്പറ്റി മാത്രം നടന്നു. അവൾ പറഞ്ഞതുപോലെയായിരുന്നു വീടിൻ്റെ ഡിസൈനും ഫർണിച്ചറും എല്ലാം ദിയയുടെ ഇഷ്ടത്തിന് മാത്രം. ചില മാസങ്ങൾക്ക് ശേഷം അജയും ദിയയും തമ്മിലുള്ള കല്യാണം നിശ്ചയം ഉറപ്പിച്ചു. അജയ് ദിയയോട് പറഞ്ഞു, ദിയ, നമുക്ക് ഗ്രാമത്തിൽ പോയി അച്ഛനെ ഒന്ന് കണ്ടാലോ? അച്ഛൻ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇത് കേട്ടപ്പോൾ ദിയയുടെ മുഖം മാറി.
അവൾ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. അജയ്, ഞാനൊരു കാര്യം പറയാം. ഈ കല്യാണം നഗരത്തിൽ തന്നെ വേണം, വലിയ ഹോട്ടലിൽ, മോഡേൺ രീതിയിൽ. എനിക്ക് നിന്റെ അച്ഛനെക്കുറിച്ച് എൻ്റെ വീട്ടിൽ പറയുവാൻ സാധിക്കുകയില്ല. നിന്റെ അച്ഛൻ ഗ്രാമത്തിലെ പഴഞ്ചനായ ഒരാളാണ്, പഴയ തലമുറക്കാരനാണ്. നിന്റെ അച്ഛനെ കാണുവാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. ഇതെല്ലാം കേട്ടപ്പോൾ അജയ് ഒന്ന് മൗനം പാലിച്ചു. ദിയ പിന്നെയും പറഞ്ഞു, കല്യാണം നടക്കണമെങ്കിൽ ഇവിടെയായിരിക്കും കല്യാണം നടക്കുക. അതുമാത്രമല്ല, നീ ഇനി ആ പഴയ ഗ്രാമത്തിലേക്കൊന്നും പോകരുത്. നീ അവിടേക്ക് പോയാൽ നീയും പഴഞ്ചനാകും. നീ അച്ഛനെ ഇനി വിളിക്കുവാനോ ഒന്നിനും തന്നെ നിൽക്കുകയും ചെയ്യരുത്. ഞാനും നീയും മാത്രം മതി ഈ വലിയൊരു ലോകത്തിൽ. ഇത് നമ്മുടെ തന്നെ മാത്രം ലോകമായിരിക്കണം. നിന്റെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റുകയില്ല. ഇവിടെയുള്ളവരൊക്കെ നിന്റെ അച്ഛനെ നോക്കിക്കാണുമ്പോൾ എനിക്കാണ് അതിൻ്റെ നാണക്കേട്. ഇത്ര കാര്യങ്ങൾ നീ എനിക്ക് വാക്കു തരികയാണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണം നടത്താം. അവൻ ഇതൊക്കെ കേട്ടപ്പോൾ ഒന്നും മിണ്ടാതായി. മനസ്സിൽ എന്തോ ഒരു കുറ്റബോധം തോന്നി. അച്ഛൻ്റെ വിയർപ്പും കരച്ചിലും അവൻ്റെ മനസ്സിൽ ഓർത്തു. പക്ഷേ പ്രണയത്തിൻ്റെ മയക്കത്തിൽ അവൻ അതെല്ലാം പിന്നെ മറന്നു. അങ്ങനെ അവൻ അതെല്ലാം ദിയയോട് സമ്മതിച്ചു. അങ്ങനെ കല്യാണൊരുക്കങ്ങൾ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു വൈകുന്നേരം രാമൻ നായർ തറവാട് വീട് മുന്നിൽ കസേരയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. മഴ പെയ്തു കഴിഞ്ഞതിൻ്റെ തണുപ്പ്. അവിടെ തന്നെ ഇരിക്കുന്ന ഫോണിൽ 2 റിങ് അടിച്ചു. രാമൻ നായർ ചെന്ന് നോക്കിയപ്പോൾ അതിൽ തൻ്റെ മകൻ്റെ നമ്പർ. രാമൻ നായർ നിറഞ്ഞ കണ്ണുകളോടെ ആ ഫോൺ എടുത്തു. മകനെ എന്ന് ഉറക്കിയ ഫോണിലൂടെ വിളിച്ചു. അജയ് മറുഭാഗത്ത്. അച്ഛാ, ഞാൻ നാളെ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട് എന്ന് ഗൗരവത്തിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അച്ഛൻ്റെ കാതുകൾ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. നീ നാളെ വരുമോ മക എന്ന് നിറ കണ്ണുകളോടെ അദ്ദേഹം ചോദിച്ചു. അതെ അച്ഛ, ഞാൻ നാളെ വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ അജയ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ വെച്ചതിന് ശേഷം അജയ് അവസാനമായി രാമൻ നായരെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം രാമൻ നായർ ഒന്ന് ആലോചിച്ചു. അവനന്ന് അവസാനമായി ഫോൺ വിളിച്ചപ്പോൾ അജയ് രാമൻ നായരോട് പറഞ്ഞിരുന്നു, അച്ഛ, ഞാനിനി ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അച്ഛനെയും നഗരത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. തൻ്റെ മകൻ തന്നെ കൊണ്ടുപോകുവാനാണ് ഗ്രാമത്തിലേക്ക് വരുന്നതെന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. അദ്ദേഹം അവിടെ നിന്ന് വേഗം എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്ന് പഴയ കട്ടിൽമേൽ കിടക്കുന്ന ബാഗ് എടുത്തു. പഴയ 2 ഷർട്ട്, തോർത്ത് എല്ലാം സന്തോഷത്തോടു കൂടി തന്നെ മടക്കി വെച്ചു. നാളെ എൻ്റെ മകൻ ഇവിടേക്ക് വരുമ്പോൾ അവൻ്റെ ഒപ്പം എനിക്ക് നഗരത്തിലേക്ക് പോകാമെന്ന് അദ്ദേഹം സന്തോഷിച്ചു. രാമൻ നായർ വീടൊക്കെ വൃത്തിയാക്കി കിടക്ക പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. സുഹൃത്തുക്കളോട് പറഞ്ഞു, എൻ്റെ അജയ് നാളെ വരും. നഗരത്തിൽ വലിയൊരു ഉദ്യോഗം അവന് കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം വരുമ്പോൾ അവൻ എന്നെയും കൊണ്ടുപോകും. അവൻ്റെ രാമൻ നായരുടെ കൂട്ടുകാരും ഇത് കേട്ടപ്പോൾ ആഹ്ലാദിച്ചു. അന്ന് രാത്രി രാമൻ നായർക്ക് ഉറങ്ങുവാനേ സാധിച്ചില്ല. തൻ്റെ മകൻ്റെ ഓർമ്മകൾ അദ്ദേഹം അവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെയായി. ആകാംക്ഷയോടുകൂടി തന്നെ അദ്ദേഹം മകന് വേണ്ടി കാത്തിരുന്നു. അർജുൻ അകലെ നിന്ന് വരുന്നത് രാമൻ നായർ കണ്ടു. ഓടിപ്പോയി മകനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ മകൻ്റെ മുഖത്ത് ഗൗരവഭാവമായിരുന്നു. അവൻ ഒന്നും തന്നെ അച്ഛനോട് മിണ്ടിയില്ല. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയുവാൻ വേണ്ടി വന്നതാണ്. അച്ഛൻ, അകത്തേക്ക് കയറുമോനെ, നമുക്ക് അകത്തിരുന്നിട്ട് സംസാരിക്കാം. നിനക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ചോറും കറിയും എല്ലാം വെച്ചൊരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് കേട്ടപ്പോൾ അജയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ചോറും കറിയൊന്നും കഴിക്കുവാൻ എനിക്ക് നേരമില്ല. എനിക്ക് ഓഫീസിൽ പ്രധാനപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അതിനിടയിൽ ഞാനിവിടേക്ക് ഓടി വന്നത് ഒരു കാര്യം പറയുവാനാണ്. ഇത് കേട്ടപ്പോൾ അച്ഛൻ്റെ ചിരിയൊന്നും മങ്ങിപ്പോയി. എന്താണ് നീ പറയാൻ പോകുന്നത് എന്ന് അച്ഛൻ നിറ കണ്ണുകളോട് ചോദിച്ചു. അജയ് അപ്പോൾ പറഞ്ഞു, എൻ്റെ കല്യാണമാണ്. അടുത്ത മാസമാണ് എൻ്റെ കല്യാണം. നഗരത്തിൽ തന്നെയാണ് വെച്ച് നടക്കുന്നത്. അവിടുത്തെ തന്നെ മോഡേണായൊരു പെൺകുട്ടിയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഞാൻ അതൊന്ന് അച്ഛനോട് പറയുവാൻ വേണ്ടി മാത്രം വന്നതാണ്. അതുമാത്രമല്ല, അച്ഛൻ കല്യാണത്തിന് വരണമെന്നില്ല. ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം രാമൻ നായരുടെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചു പൊട്ടിയതുപോലെ തോയെ. പിന്നീട് രാമൻ നായർ ചോദിച്ചു, എന്താണ് അജയ് നീ ഈ പറയുന്നത്? അതെ അച്ഛാ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന് ഗ്രാമത്തിലെ ജീവിതവും അതുപോലെ തന്നെ അച്ഛനെയും ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ എൻ്റെ കല്യാണത്തിന് നഗരത്തിലേക്ക് വരണ്ട. അച്ഛൻ ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. അതുപോലെ തന്നെ അച്ഛനെ ഞാൻ
നഗരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റുകയില്ല. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞാൽ അച്ഛനെ ഞാൻ ഒരിക്കലും നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അച്ഛനെ നഗരത്തിലേക്ക് ഞാൻ കൊണ്ടുപോയാൽ എൻ്റെ ജീവിതം തന്നെ തകരും. എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ അച്ഛനെ ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. മകൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛൻ കണ്ണുകൾ പൊട്ടിക്കരഞ്ഞുപോയി. അവിടെ ഇരുന്നു നിറഞ്ഞ കണ്ണുകളോടെ രാമൻ നായർ മകനോട് ചോദിച്ചു, നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അജയ് പിന്നെയും പറഞ്ഞു, എനിക്ക് അധികമൊന്നും പറയുവാൻ നേരമില്ല അച്ഛ, ഞാൻ പോകുന്നു. ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് രാമൻ നായർ മകനെ നിർബന്ധിച്ചു. പക്ഷേ അവൻ അതിനൊന്നും തന്നെ നിന്നില്ല. അജയ് വേഗം തന്നെ ആ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് പോയി. രാമൻ നായരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മകൻ പോയപ്പോൾ അവിടെ ഇരുന്ന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. താൻ ഏറെ പ്രതീക്ഷയോടെ വളർത്തിയ മകൻ, ആ മകന് തന്നെ വേണ്ടല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു പോയി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അജയും ദിയയും തമ്മിൽ വിവാഹമായി. നഗരത്തിലെ വലിയ ഫ്ലാറ്റിൽ പുതിയ ജീവിതം തുടങ്ങി. ചുറ്റും അലങ്കാരങ്ങൾ, വലിയേറിയ ഫർണിച്ചറുകൾ, പുതിയ വാഹനങ്ങൾ എല്ലാം അവർ ആഡംബര ലോകത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ മറുഭാഗത്ത് തൻ്റെ മകന് ഒരു നോക്കു കാണുവാൻ കൊതിച്ച രാമൻ നായർ മകൻ എന്തു പറഞ്ഞാലും വേണ്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നഗരത്തിലേക്ക് പോകുവാൻ യാത്രയാക്കുന്നു. അങ്ങനെ നഗരത്തിലെത്തി അവൻ്റെ ഫ്ലാറ്റിൽ മുന്നിലെത്തി രാമൻ നായർ വാതിൽ മുട്ടുമ്പോൾ വാതിൽ തുറന്നു വന്നതോ അജയുടെ ഭാര്യ ദിയയായിരുന്നു. രാമൻ നായരെ കണ്ടപ്പോൾ ഒരു നിമിഷമൊന്നും ദിയ ദേഷ്യത്തിലായി. ദിയ ഉടനെ തന്നെ അജയിനെ വിളിച്ചു ദേഷ്യത്തിൽ. അജയ് അച്ഛനെ കണ്ടപ്പോൾ ആകെ ഷോക്കായി. അച്ഛനോട് അവൻ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുവാൻ ഇവിടേക്ക് വരരുതെന്ന്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. മറ്റുള്ളവർ അച്ഛനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കാണ് അതിൻ്റെ നാണക്കേടും കുറച്ചിലും. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാതിൽ ഉറക്കെ അച്ഛനെ പുറത്താക്കി കൊട്ടിയടച്ചു. എന്നാൽ ഒരു വാക്ക് പോലും അച്ഛനെ സംസാരിക്കുവാൻ പോലും അനുവദിക്കാതെ രാമൻ നായരെ അജയ് പുറത്താക്കി. രാമൻ നായർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. തൻ്റെ മകനിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം രാമൻ നായർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ മകന് അന്ന് അത്ര പറഞ്ഞെങ്കിലും കൂടി തന്നെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. നിറഞ്ഞ കണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് തന്നെ ആ നഗരത്തിലെ റോട്ടിലൂടെ അദ്ദേഹം നടന്നു നീങ്ങി. നഗരത്തിൽ ആ റോട്ടിൽ അവിടെ ഇരുന്നു കൊണ്ട് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. രാമൻ നായർ കരയുന്നത് കണ്ട് തന്നെ അവിടേക്ക് ഒരു വലിയ കാറിൽ ഒരു യുവാവ് വന്നെത്തി. മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ യുവാവ് രാമൻ നായരെ അടുത്തേക്ക് ചെന്നു. ആ യുവാവിൻ്റെ പേരാണ് രാകേഷ് ശർമ്മ, അജയ് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഉടമ. രാകേഷ് ശർമ്മ നേരെ രാമൻ നായരെ അരികിലേക്ക് ചെന്ന് രാമൻ നായരോട് വിവരങ്ങൾ ചോദിച്ചു. എന്തിനാണ് കരയുന്നതെന്നും എന്തു പറ്റിയെന്നും രാമൻ നായർ നടന്ന കാര്യങ്ങളെല്ലാം രാകേഷ് ശർമ്മയോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ രാകേഷ് ശർമ്മയ്ക്ക് മനസ്സിലാക്കുന്നു അത് തൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അജയ് എന്ന സ്റ്റാഫിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നതെന്ന് എല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. രാകേഷ് ശർമ്മ ഉടനെ തന്നെ രാമൻ നായരോട് തൻ്റെ വീട്ടിലേക്ക് വരുവാൻ വിളിക്കുന്നു. അങ്ങനെ രാകേഷ് ശർമ്മ രാമൻ നായരെയും കൂട്ടി വലിയ ബംഗ്ലാവിലേക്ക് പോകുന്നു. രാമൻ നായരോട് പറയുന്നു, അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛന് ഇവിടെ റെസ്റ്റ് ചെയ്യാം, അച്ഛൻ ഇനി ഇവിടെ തന്നെ താമസിക്കാം, ഞാൻ എല്ലാത്തിനും പരിഹാരം കാണാമെന്ന് പറയും. അതിനുശേഷം രാകേഷ് ശർമ്മ ആ വലിയ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി നേരെ കമ്പനിയിലേക്ക് പോകുന്നു. കമ്പനിയിൽ അജയ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാകേഷ് ശർമ്മ നേരെ തന്നെ കമ്പനിയിലെ ക്യാബിനിലേക്ക് പോയി. എന്നിട്ട് അജയ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫയലുകളിൽ നിന്ന് കുറച്ച് ഫയലുകളും മറ്റും മാറ്റി തെറ്റായ ഫയലുകളും മറ്റും അവിടേക്ക് കയറ്റി വയ്ക്കുന്നു. പിന്നീട് രാകേഷ് ശർമ്മ അജയിനെ വിളിക്കുന്നു. അജയ് രാകേഷ് ശർമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. രാകേഷ് ശർമ്മ ദേഷ്യത്തിൽ, എന്താണ് ഈ കാട്ടി വെച്ചിരിക്കുന്നത്? ഫയലുകളൊക്കെ തെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്ന് ദേഷ്യത്തിൽ തന്നെ പറയുന്നു. നീ ഈ ഫയലുകൾ പോലും മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ നിനക്കറിയില്ല. നീ ഇപ്പോൾ തന്നെ ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങണം. നിനക്കിനി ഇവിടെ തുടരുവാൻ യോഗ്യതയില്ല. ഇപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് പോലും താമസിക്കാതെ ഇവിടെ നിന്ന് നീ ഇറങ്ങണം എന്ന് പറയുന്നു. അജയ് ഒന്നും മനസ്സിലാവാതെ ആ കമ്പനി വിട്ട് ഇറങ്ങിപ്പോകുന്നു.
പിന്നീട് മറ്റ് ജോലികൾക്കൊക്കെ അവൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അവന് ശരിയാകുന്നുമില്ല. ഒടുവിൽ ജോലിയൊന്നുമില്ലാതെ അവൻ അവിടെ തന്നെ കഴിയുന്നു. എന്നാൽ ദിയയുടെ സ്വഭാവം പതുക്കെ പതുക്കെ മാറിത്തുടങ്ങി. അവൾക്ക് അജയ് ജോലിക്കൊന്നും പോകാതെ ഇരിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. അവൾക്ക് എപ്പോഴും ആർഭാടമടിച്ച് നടക്കണമായിരുന്നു. പതുക്കെ പതുക്കെ ദിയ അജയെ വെറുക്കുവാൻ തുടങ്ങി. അവൾ ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാകുകയില്ല. നിനക്ക് ജോലിയുമില്ല, ഒന്നുമില്ല. എനിക്ക് അടിച്ചു പൊളിച്ച് നടക്കുവാനുള്ള പൈസ പോലും നിൻ്റെയിലില്ല. എനിക്ക് നിന്നിൽ നിന്ന് വിവാഹമോചനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ആ ഫ്ലാറ്റ് വിട്ട് ഇറങ്ങിപ്പോകുന്നു. അജയ് അവളെ പരമാവധി പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അവൾ ദേഷ്യത്തിൽ തന്നെ അജയെ വിട്ട് പുറത്തേക്ക് പോകുന്നു. അജയ് ആ ഫ്ലാറ്റിൽ തനിച്ചാകുന്നു. അവൻ ഉറക്കെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. അപ്പോഴാണ് അവൻ അവൻ്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുന്നത്. എൻ്റെ അച്ഛനോട് ഞാൻ ചെയ്ത തെറ്റിനെല്ലാം എനിക്ക് ദൈവം തന്ന ശിക്ഷയാണെന്ന് അവനത് മനസ്സിലായി. അവൻ നിറഞ്ഞ കണ്ണുകളോടെ അച്ഛനെ ഒരു നോക്ക് കാണണം എന്ന് ആഗ്രഹത്തോടെ അവൻ ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുന്നു. എന്നാൽ ഗ്രാമത്തിലെത്തിയപ്പോൾ അവന് അവിടെ അവൻ്റെ അച്ഛനെ കാണുവാൻ സാധിച്ചില്ല. വീട് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അജയ് തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചു അവൻ്റെ അച്ഛനെ കണ്ടോ എന്ന്. കൂട്ടുകാരന്മാർ പറഞ്ഞു, നിൻ്റെ അച്ഛൻ ദിവസങ്ങൾക്ക് മുന്നേ നഗരത്തിലേക്ക് വന്നതാണല്ലോ, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. ഇത് കേട്ടപ്പോൾ അജയ്ക്ക് ആകെ ഷോക്കായി. എൻ്റെ അച്ഛൻ പിന്നെ വന്നിട്ടേ ഇല്ലേ എന്ന് അവൻ നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു. എൻ്റെ അച്ഛൻ എന്ത് പറ്റിയാവോ, ഞാൻ കാരണം എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ അവൻ പൊട്ടിക്കരയുവാൻ തുടങ്ങി. ഒരു നോക്കെങ്കിലും അവൻ തൻ്റെ അച്ഛനെ കാണുവാൻ ആഗ്രഹിച്ചു. അവിടെ ഇരുന്ന് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ഇതേ സമയം അവിടേക്ക് വലിയൊരു കാറിൽ രാകേഷ് ശർമ്മയും അവൻ്റെ അച്ഛൻ രാമൻ നായരും വന്നെത്തി. എന്നാൽ അച്ഛൻ്റെ ഒപ്പം രാകേഷ് ശർമ്മയെയും കൂട്ടിക്കണ്ടപ്പോൾ അവന് ഒന്നും മനസ്സിലായില്ല. എങ്കിലും അവൻ അച്ഛനെ കണ്ടപ്പോൾ ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചു. ഞാൻ ചെയ്തതെല്ലാം എനിക്ക് തിരിച്ചടി കിട്ടിയ അച്ഛ എന്ന് പറഞ്ഞു ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അച്ഛൻ തൻ്റെ മകൻ്റെ ഈ കരച്ചിൽ കണ്ടപ്പോൾ രാമൻ നായർ തൻ്റെ മകനെ കെട്ടിപ്പിടിച്ചു. നീ എൻ്റെ മകനല്ലേ, എനിക്ക് നിന്നോട് ഒരിക്കലും നിന്നെ എനിക്ക് വെറുക്കുവാൻ സാധിക്കുകയില്ല. നീ എന്നും എൻ്റെ മകൻ മാത്രമായിരിക്കും. അജയ് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. അച്ഛനും അജയെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും പരസ്പരം പൊട്ടിക്കരയുന്നു. ഇതെല്ലാം കണ്ട രാകേഷ് ശർമ്മ പറയുന്നു, നിൻ്റെ അച്ഛനെ ഞാനന്ന് റോട്ടിലിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ ഞാനാണ് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയത്. പിന്നെ നിന്നെ കുറച്ച് പാഠങ്ങളും മറ്റും പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് നിന്നെ പുറത്താക്കിയത്. നീ ഒരു തെറ്റും കുറ്റവും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് അറിയാം. പക്ഷേ നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമായിരുന്നു എനിക്ക്. നിനക്കിനി അവിടെ വന്ന് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നാൽ രാകേഷ് ശർമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അജയ് പറഞ്ഞു, ഇല്ല സാർ, ഞാൻ ഇനി ഒരിക്കലും നഗരത്തിലേക്കില്ല. എനിക്കിനി എൻ്റെ അച്ഛൻ്റെ ഒപ്പം ഇവിടെ കഴിഞ്ഞാൽ മതി. എൻ്റെ പഠിത്തത്തിനുള്ള ജോലി ഇവിടെ തന്നെ ഞാൻ സംഘടിപ്പിച്ച് എൻ്റെ അച്ഛൻ്റെ ഒപ്പം ജീവിതകാലം മുഴുവൻ എനിക്ക് സന്തോഷത്തോടു കൂടി കഴിയണം. ഇത്ര നാൾ ഞാൻ പണത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. പക്ഷേ ഇപ്പോഴെനിക്ക് അറിയാം, പണമല്ല അതിനും വലുത്. നമ്മൾ സങ്കടപ്പെടുമ്പോൾ, നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ ഒപ്പം ഒരാൾ താങ്ങായി തണലായി ഒരാളുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും വലുത്. എൻ്റെ സന്തോഷങ്ങളിൽ മാത്രമായിരുന്നു എൻ്റെ ഭാര്യ നിലകൊണ്ടിരുന്നത്. എനിക്കൊരു വിഷമഘട്ടം വന്നപ്പോൾ അവൾ എന്നിൽ നിന്ന് പിരിഞ്ഞുപോയി. എന്നാൽ എൻ്റെ അച്ഛൻ എൻ്റെ വിഷമത്തിലും എൻ്റെ സങ്കടത്തിലും എൻ്റെ സന്തോഷത്തിലും ഒക്കെ കൂട്ടുനിന്ന എൻ്റെ അച്ഛൻ, എനിക്കിനി എൻ്റെ അച്ഛൻ മാത്രം മതി എന്ന് പറഞ്ഞ് ഉറക്കി പൊട്ടിക്കരഞ്ഞു.